പരിശുദ്ധമായ ഈ അൾത്താരയിൽ ഒരു യോഗ്യതയും ഇല്ലാത്ത എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ച എൻ്റെ ഈശോപ്പയ്ക്കും എൻ്റെ അമ്മ മാതാവിനും എൻ്റെ മോശപിതാവിനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ജോസഫ് അച്ഛനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ബിന്ദു. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാനിവിടെ ഉടമ്പടി എടുത്തത് 19/10/2024 എനിക്ക് ഇവിടെ വരാനുണ്ടായ സാഹചര്യം, ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഓഫീസിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളാണ് ഇവിടെ ആദ്യം ഉടമ്പടി എടുത്തത്. അവൾ വഴി എനിക്ക് കൃപാസന പത്രം തന്നു. പക്ഷേ ഞാൻ ആ പത്രം വായിച്ചില്ല. ഞാൻ എൻ്റെ മേശയുടെ ഒരു സൈഡിൽ ഞാൻ മാറ്റി വെച്ചു. എനിക്ക് വായിക്കാൻ മനസ്സ് വന്നില്ല. ഞാൻ അച്ഛൻ്റെ യൂട്യൂബിൽ ഇടയ്ക്ക് ടോക്കുകൾ വരുമെങ്കിലും എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ എൻ്റെ അച്ഛനെ ഞാൻ തള്ളി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഞാൻ കോടാനുകൂടി മാപ്പ് ചോദിക്കുന്നു. പിന്നെ എനിക്ക് അങ്ങനെ ഞാൻ ഫ്രീ ആയിരുന്നപ്പോൾ എനിക്ക് തോന്നി അത് വായിക്കണമെന്ന്. ഞാനങ്ങനെ ഓരോ സാക്ഷ്യങ്ങളും വായിച്ചു. അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് സാക്ഷ്യങ്ങളിലൂടെയാണെന്ന്. കാരണം അതിലെ സാക്ഷ്യങ്ങളെല്ലാം അനുഭവങ്ങളായിരുന്നു ഓരോരുത്തരും പങ്കുവച്ചിരുന്നത്. അപ്പോൾ എനിക്ക് വിശ്വാസം വർദ്ധിച്ചു. അപ്പോൾ എനിക്ക് ഇവിടെ അക്രൈസ്തവയാണ് ഞാൻ, എനിക്കിവിടെ വരണമെന്ന് വളരെ ആഗ്രഹം. അപ്പോൾ ഒരു ദിവസം ഞാൻ വെറുതെ എങ്കിലും എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് എനിക്ക് കൃപാസനത്തിൽ പോകണമായിരുന്നു, പക്ഷേ എനിക്കറിയില്ല അതെവിടെയാണെന്ന്. അപ്പോൾ വേഗം എൻ്റെ ഭർത്താവ് പറഞ്ഞു അതിനെന്താ ഞാൻ കൊണ്ടുപോകാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, നിയോഗം എഴുതി. പക്ഷേ ആ നിയോഗം എന്താണെന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ പണ്ട് മുതലേ യേശുവിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. എനിക്ക് കിട്ടിയ ആദ്യ രോഗസൗഖ്യമാണ്. കാരണം എനിക്ക് ആദ്യ ഉടമ്പടിയിൽ തന്നെ എൻ്റെ ബ്രസ്റ്റിൽ എനിക്ക് തടിപ്പും ഈ കഷത്തിലും തടിപ്പ് പോലെ വന്നായിരുന്നു. അപ്പോൾ ആ തടിപ്പ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. കാരണം എൻ്റെ കൂട്ടത്തിലുള്ള ഒരു റിലേറ്റീവിന് ഇതുപോലെ വന്ന് മരണപ്പെട്ടതാണ്. അപ്പോൾ എനിക്ക് പേടിയായി. അപ്പം ഞാൻ എൻ്റെ മരുമോള് എൻ്റെ മോൻ്റെ കൂടെ ഗൾഫിലായിരുന്നു. അപ്പോൾ വന്നപ്പോൾ എന്നെ കൊണ്ടുപോയി അപ്പോൾ സർജനെ കാണിച്ചപ്പോൾ മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു, 2 ബ്രസ്റ്റും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 ബ്രസ്റ്റും മാമോഗ്രാം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ തൈലം ഞാൻ പുരട്ടുമായിരുന്നു. ഉപ്പ് ഞാൻ ചൂടുവെള്ളത്തിൽ ചെറുതായിട്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ കഴിക്കുമായിരുന്നു. തേനും കഴിക്കുമായിരുന്നു. അപ്പം ഞാൻ ഈ തൈലം ഞാൻ പുരട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരത് തുടച്ച് കളഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ കാശ് രൂപം ഞാൻ വിട്ടില്ല. ഞാൻ ഓരോ 2 സൈഡിലും ചെയ്തപ്പോൾ ഓരോ സൈഡിലോട്ട് ഞാൻ മാറ്റി പിടിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അമ്മനോട് പറഞ്ഞു, അമ്മേ എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണമെന്നും. അങ്ങനെ ഞാൻ താഴെ മാമോഗ്രാം ചെയ്ത് താഴെ സ്കാനിങ്ങിന് ചെന്നപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്തിനാ സ്കാൻ ചെയ്തത്. ഞാൻ പറഞ്ഞു ഇതുപോലെ സർജൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, അതെന്തോ കൊഴുപ്പിൻ്റെ ആയിരുന്നെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിന് മുന്നേ വർഷങ്ങളായിട്ട് എൻ്റെ വയറ്റിൽ മുഴകൾ ഉണ്ടായിരുന്നു. ഓരോ സ്കാൻ കഴിയുമ്പോഴും ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ വയറ് വല്ലാതെ വീർത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ഈ മാമോഗ്രാം ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ആ സ്കാൻ റിസൾട്ട് കാണിച്ചപ്പോൾ സർജനോട് പറഞ്ഞു എൻ്റെ വയറ്റിൽ ഇതുപോലെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വയറ്റിൽ ഒരു കുഴപ്പവുമില്ല, മുഴകളൊന്നുമില്ല, ഇത് താനെ പോകുന്ന മുഴകളാണ്. പക്ഷേ അത്രയും ഉടമ്പടിക്ക് മുന്നേ ഒരു ഡോക്ടർമാർ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഞാൻ പിന്നെ അതിന് ഫോളോ അപ്പും ചെയ്തിട്ടില്ല. എൻ്റെ വയറ് മറ്റേത് ഇങ്ങനെ എനിക്ക് സാരിയെ കൊടുക്കാൻ നാണമായിരുന്നു, ഇത്രയും വീർത്തിരുന്നായിരുന്നു. ഇപ്പോൾ എൻ്റെ വയറ് സാധാരണ രീതിയിലുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ എനിക്ക് കിട്ടിയത് അനുഗ്രഹം എന്ന് വെച്ചാൽ എന്നെയും എൻ്റെ ഭർത്താവിനും വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷിച്ചത്. ഞാനും ഭർത്താവും കലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിച്ചാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. ഞങ്ങൾ കണ്ടെയ്നർ വഴിയാണ് വരുന്നത്. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഞങ്ങൾ ബോൾഗാട്ടിൽ നിന്ന് 2-ാം പാലം കയറിയപ്പോൾ വലിയൊരു കണ്ടെയ്നർ. അപ്പോൾ ഞങ്ങൾ ചേട്ടനപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി, പുറകെ കാറുകൾ വരുന്നുണ്ട്, ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ നടുക്കെത്തിയപ്പോഴത്തേക്കും ബെൽറ്റ് പൊട്ടിപ്പോയി. ആദ്യത്തെ അനുഭവമാണ്. അപ്പം ഞങ്ങൾക്കറിയില്ല, പെട്ടെന്ന് സ്റ്റക്കായി വണ്ടി. ചേട്ടന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടാൻ പറ്റുന്നില്ല, പുറകെ നിന്ന് കാറുകൾ വരുന്നു. പക്ഷേ ആ ഒരനുഭവം എനിക്ക് മറക്കാൻ പറ്റില്ല. ഒരു അപകടം കൂടാതെ എൻ്റെ ഹസ്ബൻഡിന് ആ വണ്ടി സൈഡിലോട്ട് ഒതുക്കാൻ പറ്റി. പിന്നെ 5-8 കിലോമീറ്റർ വേണം മഞ്ഞുമക്കവലിലെത്താൻ.
ഞാനപ്പോൾ ഭയങ്കര വിഷമിച്ചു. മഴയും പൊടിയുന്നു. അവിടെ നിന്ന് നമുക്ക് വണ്ടി വെക്കാനുള്ള സൈഡില്ല. അവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മേ, ഞാൻ കരഞ്ഞു. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്ന് ഒഴുകിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഉടമ്പടിയിലല്ലേ അമ്മേ. എന്നിട്ട് അത് പറഞ്ഞ് ഞാനിങ്ങനെ നടന്നു. പക്ഷേ വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ ഭർത്താവിന് ഇപ്പോഴും വിശ്വാസമല്ല. വിശ്വസിക്കാൻ ഭർത്താവ് അതൊരു അത്ഭുതമാണെന്ന് പറയും. കാരണം അരമണിക്കൂർ ഞങ്ങൾ മഞ്ഞമ്മക്കവലിൽ ആ വണ്ടി ഉന്തിക്കൊണ്ട്, എത്ര പാലമുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, അതിൽ ഓടിച്ചു പോലും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു ടെൻഷനും കൂടാതെ ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത്. ആ വണ്ടി കൊണ്ടുപോയി വെക്കാൻ ചെന്നപ്പോഴും ഞാൻ പെട്ടെന്ന് ആ വീടിൻ്റെ അകത്തോട്ട് നോക്കിയപ്പോൾ വലിയൊരു മാതാവിൻ്റെ ഒരു ഫോട്ടോ. ഞാനപ്പോൾ പറഞ്ഞ്, സജി നമ്മൾ മാതാവിൻ്റെ അടുക്ക മാതാവാണിട്ട് നമ്മളെ കൊണ്ടുവന്ന ഒരാഴ്ച വണ്ടി അവിടെ വെച്ചിട്ടാണ് ഞങ്ങളത് എടുത്തത്. അതുപോലെ തന്നെ പിന്നെയുള്ള രോഗസൗഖ്യം, എൻ്റെ ബ്ലഡ് പ്രഷർ 3 വർഷമായിട്ട് ഞാൻ 50 mg ഗുളികയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു സാക്ഷ്യത്തിൽ കേട്ടു, ഒരു ചേട്ടൻ പറയണ കേട്ടു, ഇതുപോലെ എനിക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു, ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ ഞാൻ അമ്മനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, ഉടമ്പടി തൈലമൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായി മാറിയെന്ന്. അപ്പം ഞാനും പറഞ്ഞു, അമ്മേ ആ ചേട്ടന് മാറ്റിയത് കൂട്ട് തന്നെ എൻ്റെ പ്രഷർ മാറ്റണേ. 50 mg ഗുളികയും കൊളസ്ട്രോളിൻ്റെ ഗുളികയും ഞാൻ കഴിക്കുന്നുണ്ട് അമ്മേ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ തല പൊട്ടിപ്പോണ കൂട്ട് എനിക്ക് തോന്നും. ഭയങ്കര വേദനയും തലവേദനയും കണ്ണൊന്നും കാണാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഈ ഗുളികൾ, കൊളസ്ട്രോളിൻ്റെയും ബിപിയുടെയും ഗുളിക ഞാൻ കഴിക്കില്ല. ഈ 4ാമത്തെ പുതുക്കലിന് ശേഷം ഞാൻ ആ ഗുളികകൾ ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. ഞാനത് മാറ്റിയിട്ട് ഞാൻ അമ്മ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അവിടെ കൊണ്ട് എൻ്റെ ഗുളികകൾ വെച്ചിട്ട് പറഞ്ഞു, അമ്മേ ഇത് ഞാൻ ഇവിടെ അമ്മയ്ക്ക് വെച്ചിരിക്കുകയാണ്, ഞാനിത് ഉപയോഗിക്കില്ല, എൻ്റെ പ്രഷർ അമ്മ മാറ്റിയാൽ മതി. ഞാൻ അതിന് മരുന്നായിട്ട് കാണുന്നത്, വെളുപ്പിനെ ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ ആ തൈലം നെറ്റിയിലും എൻ്റെ അതായത് ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ എന്ന് ജോസഫ് അച്ഛൻ പറയും. അപ്പം ഞാൻ ഉച്ചിയിലും ഉള്ളംകാലിലും ഞാൻ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് തേൻ കുടിക്കും. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം കഴിക്കുന്നത് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട്, പ്രഷറിന് ഉപ്പ് പാടില്ലെന്നാണ് പറയുന്നത്, പക്ഷേ ഞാൻ കഴിക്കുന്ന മരുന്ന് ഉപ്പിട്ടിട്ട് ഞാൻ ആ വെള്ളം കുടിക്കും. ഒരു 1.5 ഗ്ലാസ് വെള്ളം കുടിക്കും. അതാണ് എൻ്റെ മരുന്ന്. എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഇപ്പം സിസ്റ്റം നോക്കാനോ തലവേദന എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്കറിയാൻ പറ്റും, എനിക്ക് പ്രഷർ കൂടിയാൽ എനിക്കറിയാൻ പറ്റും. എനിക്ക് ഒരു വർക്ക് പോലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ രോഗസൗഖ്യം. പിന്നെ ഏത് മാസമാണെന്ന് എനിക്കറിയില്ല, വേറൊരു രോഗസൗഖ്യം. എൻ്റെ മുട്ടിന് മുകളിലായിട്ട് കേട്ടിട്ടുണ്ടാവും ആളുകൾ, നീളത്തിലുള്ള മുഴകളുണ്ടായിരുന്നു. അത് 1.5 വർഷം വരെ കുഴപ്പമില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ വേദന തുടങ്ങി, എനിക്ക് പേടിയായി തുടങ്ങി. ഞാൻ വീട്ടിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോടും എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ മരുമകളോടൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ പേടിയാണ്, എന്താ ഇത്. അപ്പോൾ അടുത്തടുത്ത് ചെറിയ മുഴകൾ വരാൻ തുടങ്ങി, നീളത്തിലെ മുഴ കൂടാതെ. അത് വേദനയായി തുടങ്ങി. അപ്പോൾ ഒരു 4-ാം തീയതി ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ മുടക്കാറില്ല. അത് ഉടമ്പടി ധ്യാനത്തിൽ ജോസഫച്ചൻ പറഞ്ഞു, കർത്താവ് മുട്ടിന് മുകളിൽ നീളത്തിലുള്ള മുഴകൾ സൗഖ്യപ്പെടുത്തുന്നെന്ന് പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞു, കർത്താവേ അതെൻ്റെ ഇരിക്കണേന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കണ്ണീരോടുകൂടി. അപ്പോൾ അന്നേരം പറയില്ല, പക്ഷേ 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മുട്ടിൻ്റെ മുകളിലെ മുഴകൾ പതുക്കെ താഴാൻ തുടങ്ങി. ഇപ്പോൾ അതവിടെ ഇല്ല. അങ്ങനെ എനിക്കൊരു സൗഖ്യം കിട്ടി. പിന്നെ എൻ്റെ ജോലി, എൻ്റെ മരുമകൾ എൻ്റെ മോനുമൊക്കെ പുറത്താണ്. അപ്പം മരുമോൾ ഡെലിവറിക്കായിട്ട് വന്നപ്പോൾ എൻ്റെ ജോലി ഞാൻ 3 മാസത്തേക്ക് ലീവ് ചോദിച്ചു. അപ്പോൾ മാഡം പറഞ്ഞു ശരി എടുത്തോ എന്ന് പറഞ്ഞു. പക്ഷേ ഞാനിനി തിരിച്ച് ചെല്ലില്ലെന്ന് വിചാരിച്ച് അവർ വേറെ ആളെ വെച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാനപ്പോൾ എൻ്റെ ഒരു ധ്യാനത്തിൽ പറഞ്ഞു, അമ്മേ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ജോലി ഉണ്ടായിരുന്നു, എനിക്ക് 3 മാസം ഞാൻ ലീവ് പറഞ്ഞു. എനിക്ക് ആ 3 മാസം, അതായത് അമ്മനോടൊരു വാശി പോലെ ഞാൻ പറഞ്ഞു, എനിക്ക് 3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ആ ജോലി തരണം. എനിക്ക് ഫെബ്രുവരി 25-ാം തീയതി ആകുമ്പോൾ 3 മാസം തികയും. പക്ഷേ ഫെബ്രുവരി 21-ാം തീയതി എനിക്ക് അതിലും കൂടുതൽ സാലറിയോടുകൂടെ അതിലും ഉയർന്ന തസ്തികയിൽ എനിക്ക് ജോലി ലഭിച്ചു. അതുകൂടാതെ തന്നെ എൻ്റെ അമ്മ മാതാവിൻ്റെ ഒരു ചാപ്പൽ അവിടെയുണ്ട്. എനിക്ക് ഈ ജോലിയും കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ആ ചാപ്പലിൽ നിന്ന് ഈശോപ്പനോടും അമ്മ മാതാവിനോടും എനിക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം കിട്ടി. ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഭർത്താവ് എന്നെ വന്ന് എന്നും കൂട്ടിക്കൊണ്ട് പോരുന്നത്. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് മാത്രമല്ല, എൻ്റെ മക്കൾക്കും എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവർ വരാത്തതുകൊണ്ട് എൻ്റെ കുഞ്ഞിനും കിട്ടിയിട്ടുണ്ട്. പക്ഷേ വരാത്തതുകൊണ്ട് എനിക്ക് ഇതിവിടെ പറയാൻ പറ്റില്ല. അവരിവിടെ ഇല്ല, അവർ പുറത്താണ്.
പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും പത്രം കൊടുക്കും. ഞാൻ പ്രാർത്ഥിച്ച് ഉപ്പ് ഞാൻ വിതറിയിട്ട് ഞാൻ പറയും, അമ്മേ അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ ഇത് കിട്ടണേ, അവരിതെല്ലാം വായിച്ച് നോക്കണം, എന്നെപ്പോലെ ആദ്യം തട്ടിക്കളയരുതേ, ഇത് എന്നെപ്പോലെ ആകരുതേ, ആദ്യമേ കിട്ടുന്ന അനുഗ്രഹം അവർക്ക് കൊടുക്കണേ, എല്ലാ മക്കളുടെയും പ്രാർത്ഥന അമ്മ കേൾക്കണമേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിച്ച് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറൊരു അനുഗ്രഹം കിട്ടിയത്, എനിക്ക് ഒരു വർഷം 2019/10/2024 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതുപോലെ തന്നെ 2025/19/10/2025 എനിക്ക് ഇവിടെ കൊരട്ടി മുത്തിയുടെ അടുത്ത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഞാൻ ആ ചാപ്പലിൽ ചെന്നപ്പോൾ കുറേ പത്രം ഇരിക്കുന്നു. അപ്പം ഞാൻ വേഗം അതെടുത്തിട്ട് ഓർത്തു, നാളെ എനിക്ക് ഒരു വർഷം തികയാണ്, അപ്പം അമ്മയുടെ പത്രം കുരട്ടി പള്ളിയിൽ അവിടെ വരുന്ന ആളുകൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡും അവിടെ കൊടുത്തു. അതിൻ്റെ തലേന്ന് എനിക്ക് കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ പറ്റി. അവിടെ ഒരു ഓർഫനേജിൽ ഞങ്ങളിവിടെ നിന്ന് എൻ്റെ ഭർത്താവും ഞാനും കൂടി കുറേ ഡ്രസ്സുകൾ കുട്ടികൾക്ക് കൊണ്ടു കൊടുത്തപ്പോൾ ആ സിസ്റ്റർ കൈ കൂപ്പി വളരെ നന്ദി. ഞാൻ പറഞ്ഞു, കൈ കൂപ്പരുത്, ഇത് ഞങ്ങളുടെ തരുന്നതല്ല, ഇത് അമ്മമാതാവ് തരുന്നതാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് അവിടെ ഭയങ്കര പ്രകാശം. പുറകിലോട്ട് ഞാൻ പറഞ്ഞു എന്താ എന്ന് വെച്ചാൽ അത് നോക്കിയപ്പോൾ അമ്മ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുകളിലിരുന്ന ഫ്ലഡ് ലൈറ്റ് ഭയങ്കര പ്രകാശത്തോടെ അന്നേരം ഓണാക്കിയത്. അപ്പം ഞാൻ പറഞ്ഞു അമ്മ മാതാവിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഇതുപോലെ ഒന്നും കിട്ടാതെ ഇരിക്കുന്ന ഒരു ഓർഫനേജ് ഉണ്ട്, ഞങ്ങൾക്ക് പേര് പറയാൻ എനിക്ക് ആഗ്രഹമില്ല, ആ ഓർഫനേജിലും ഇതുപോലെ സഹായം ചെയ്യണമെന്ന്. ഞങ്ങൾ ഈ ക്രിസ്മസിന് മുമ്പ് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മരുമോളുടെ അച്ഛനും കൂടി പോയി അവിടെ മക്കൾക്ക് ഒരുപാട് പുതിയ ഡ്രസ്സുകൾ വാങ്ങി അവിടെ കൊടുക്കാൻ, ആ മക്കളെ കാണാനും അവരുടെ കൂടെ ഇരിക്കാനും സാധിച്ചു. അതുപോലെ തന്നെ കൃപാസനത്തിൽ ഞാൻ 10 ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ എൻ്റെ അടുത്ത് ഒരു പാവപ്പെട്ട അച്ഛനും അമ്മയുണ്ട്. ഞാൻ ഇന്നൊന്നല്ല, പണ്ട് മുതലേ ഞാൻ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്ക് സങ്കടപ്പെടുന്ന ഒരു കാര്യം കണ്ടാൽ ഞാൻ അവരുടെ കൂടെ ഇരുന്ന് കരയും. എൻ്റെ ചേട്ടൻ പറയും, പെട്ടെന്ന് കരയുന്നവർ കള്ളികളാണെന്ന് പറയും. അപ്പം ഞാൻ ചിരിക്കുകയുള്ളൂ. കാരണം എനിക്ക് പെട്ടെന്ന് മനസ്സ് വേദനിക്കും. എനിക്ക് കുട്ടികളെയാലും പ്രായമുള്ളവരൊക്കെ കണ്ട് എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. അപ്പം ഞാൻ അവർക്ക് എൻ്റെ വീട്ടിൽ മേടിക്കുന്ന എന്താണെങ്കിലും ഞാൻ അതിലൊരു പങ്ക് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ചെയ്യുന്നതാണ്. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതാകാൻ സാധിച്ചു. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തെറ്റ് പറയാറില്ല, പക്ഷേ തെറ്റാണെന്ന് തോന്നിയാൽ ഞാനൊരു മുഖത്തടിച്ചോണമെന്ന് പറയുന്നത്. അത് പക്ഷേ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണെന്ന്. പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ അവരോട് ഭയങ്കര ഹാർഡായിട്ട് സംസാരിക്കും. അത് ഓണറാണെന്നോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെന്നോ ഞാൻ നോക്കാറില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഭർത്താവ് പോലും എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സംയമനം പാലിക്കാൻ എനിക്ക് സാധിക്കും. മറ്റുള്ളവർ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഞാൻ അവരോട് മറുപടി പറയൂല. ഞാനത് കേട്ടു അപ്പം തന്നെ എൻ്റെ മാതാവ് എൻ്റെ മനസ്സിൽ വരും. ഈശോപ്പൻ പറയുന്നുണ്ടല്ലോ, സ്നേഹം കരുണയുള്ളിടത്തെ ഈശോപ്പനുള്ളെന്ന്. അപ്പോൾ ഈശോപ്പൻ എന്നിൽ നിന്ന് വിട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്നേഹവും കരുണയുമാണ് ഈശോപ്പന് ഏറ്റവും ഇഷ്ടം. അപ്പം അത് എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള കാലം മുഴുവൻ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ആഗ്രഹം. അച്ഛൻ്റെ വെളുപ്പിനുള്ള ടോക്ക് കഴിഞ്ഞാൽ ഞാൻ ഒരു 3/4 മണിക്കൂർ അത് കഴിഞ്ഞ് ദിവസം ഉള്ള പ്രാർത്ഥനകൾ, രാവിലത്തെ പ്രാർത്ഥന, അങ്ങനെ ഒരുപാട് പ്രാർത്ഥന കഴിഞ്ഞാണ് ഞാൻ അടുക്കളയിലോട്ട് കയറുന്നത്. വൈകിട്ടും അച്ഛൻ്റെ ടോക്ക് കഴിഞ്ഞാൽ രാത്രി ജപം, ബൈബിൾ വായന, ജപമാല വായന. ഞാൻ ക്രൈസ്തവരാണെങ്കിലും എനിക്ക് അതൊക്കെ വളരെ സന്തോഷം. എനിക്ക് പിന്നെ ഞാൻ ജോലിക്ക് ഇറങ്ങുമ്പോൾ ഞാൻ സംരക്ഷണ പ്രാർത്ഥന, പിന്നെ വിശ്വാസപ്രമാണം, സ്വർഗസ്നവിത, നന്മ നിറഞ്ഞറിയാം, ഇത് തന്നെ ഞാൻ ചൊല്ലിക്കൊണ്ട് പോകും. ഇത് എനിക്കറിയില്ല എവിടെ നിന്നാണ് എന്നെ ഓർമ്മപ്പെടുത്തണേന്ന്. എനിക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അപ്പോൾ ഓർമ്മ വരും. അപ്പം തന്നെ ഞാനിത് പ്രാർത്ഥിക്കും. ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് വളരാൻ സാധിച്ചു. എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ സാധിച്ചു. മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാൻ സാധിച്ചു. ബൈബിളുണ്ട് എനിക്ക് ജോലി കിട്ടിയ വലിയൊരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വളരെ വിഷമിച്ചായിരുന്നു. അപ്പോൾ ബൈബിളിൽ ഞാൻ പറയും എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ബൈബിൾ തുറക്കും. അപ്പം ഞാനന്ന് ബൈബിൾ തുറന്നപ്പോൾ അതിൽ കണ്ട എനിക്കൊരു ചേച്ചി എന്ന ബൈബിളാണ് പണ്ട്. അപ്പോൾ എൻ്റെ യേശുവിനുള്ള വിശ്വാസം കൊണ്ട് അപ്പോൾ അതിൽ വായിച്ചപ്പോൾ അതിൽ 2002 ഒരു റെസീറ്റ് ഇരിക്കുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന അടുത്ത ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ ബൈബിളാണ് റെസീറ്റ്. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പറയുന്നത് അറിയാതെ, അമ്മേ ഇത് ലിറ്റിൽ ഫ്ലവർ ചർച്ച്, എനിക്ക് അമ്മ അവിടെയാണ് ജോലി തരാൻ പോകണം, പക്ഷേ ഇനി ഒരു സ്ഥാപനം അവിടെ ഇല്ലല്ലോ അമ്മേ, പിന്നെ എനിക്ക് എങ്ങനെ അമ്മ ജോലി തരുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ 21 അതിന് ഒരു 18-ാം തീയതി ഞാൻ ഇത്
5 മിനിറ്റുള്ള ഈ ധ്യാനത്തിൻ്റെ ഇടക്ക് പറഞ്ഞു, എനിക്ക് 5 മിനിറ്റുള്ള ഈ വചനം കഴിഞ്ഞതിന് മുമ്പേ എനിക്ക് ജോലിയുടെ എനിക്ക് മറുപടി അമ്മ തന്നോന്ന് പറഞ്ഞപ്പോൾ ആ ധ്യാനത്തിൻ്റെ ഒരു 5 മിനിറ്റ് പോലും ആയില്ല, എനിക്കൊരു കോൾ വന്നു. ഞാൻ എഴുതി വെച്ചൊരു പേരുണ്ട്, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ആ പേരിനോട് സാമ്യമുള്ള ഒരു പേര് വലിയൊരു സ്ഥാപനം 10-35 വർഷമായിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് എന്നെ വിളിച്ചത്, ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് ആ 16-ാം തീയതി, എനിക്ക് 21-ാം തീയതിയാണ് ഞാൻ അവിടെ ജോലി കയറുന്നത്. ആ 16-ാം തീയതി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അടുത്ത്, ലിറ്റിൽ ഫ്ലവർ ചർച്ചിൻ്റെ അടുത്ത് പുതിയതായിട്ടൊരു സ്ഥാപനം തുടങ്ങി. 21-ാം തീയതി ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അമ്മയുടെ ഏറ്റവും വലിയ അത്ഭുതമാണെന്ന് ഞാനിത് പറയുള്ളൂ. കാരണം നിങ്ങളെന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ അത്രയും 3 മാസമേ ഉള്ളൂ ഞാൻ അവിടെ നിന്ന് പോന്നിട്ട്, പക്ഷേ അവിടെ അങ്ങനെ ഒരു സ്ഥാപനം ഉയരുന്നത് പോലും എനിക്കറിയാൻ പാടില്ലായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് നടക്കുന്നിടത്ത് എനിക്ക് അമ്മയുടെ അടുത്ത്, ആ ജോലി സ്ഥലത്തടുത്ത് അമ്മയുടെ ചാപ്പലും തന്ന് എനിക്ക് എന്നും അമ്മയുടെ പ്രാർത്ഥിക്കാനും ഈശോപ്പനോടും പ്രാർത്ഥിക്കാനും കൃപ തന്ന് എനിക്കറിയാം. എനിക്ക് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ മനസ്സുരുകി കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പറഞ്ഞ വിശ്വസിക്കുന്ന അറിയില്ല. ഞങ്ങൾ വില്ലകളിലാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വില്ലകളിൽ ആരും പ്രാവിനെ വളർത്തുന്നില്ല. അപ്പം ഞാനിങ്ങനെ കണ്ണീരോടെ ഇങ്ങനെ കുമ്പിട്ടിരുന്ന് വിളക്ക് വെച്ചിട്ട് ഞാനിങ്ങനെ ഭയങ്കര ചെറുകടി ശബ്ദം. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തലപൊക്കി നോക്കിയപ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വീടിൻ്റെ മുകളിൽ 3 പ്രാവുകൾ, ഒരു വെള്ള ചെറിയ പ്രാവും വേറെ 2 പ്രാവും, അതെന്നെ ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഭയങ്കര ചെറിയ ശബ്ദത്തിൽ പറന്നുപോയി. അപ്പോൾ എൻ്റെ പെട്ടെന്ന് മനസ്സിൽ വന്നത്, ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ ഔസേപ്പിതാവും എൻ്റെ മാതാവും എൻ്റെ ഈശോപ്പയും എൻ്റെ അടുത്ത് വന്നതാണ്. ഞാനതെല്ലാവരോടും പറഞ്ഞായിരുന്നു. പിന്നെ ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അത് ചെറുതും അതിവിടെ പറയാനായിട്ട് സമയപരിധി മൂലം ഞാൻ പറയുന്നില്ല. നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, അമ്മയെ മനസ്സുരുകി വിളിച്ചാൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു അമ്മയെയാണ് നമുക്ക് ജോസഫച്ചൻ തന്നിരിക്കുന്നത്. ജോസഫച്ചൻ്റെ 40 വർഷത്തെ പുരോഹിത ജീവിതത്തിൽ നമുക്ക് തന്ന ഏറ്റവും വലിയ പുണ്യമാണ് നമ്മുടെ ജീവനുള്ള അമ്മ. എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ ആ അത്ഭുതങ്ങളൊന്നും ഇവിടെ ഇപ്പോൾ പ്രസക്തമല്ല. കാരണം അതിലും വലിയ അത്ഭുതങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന, ഇനിയും എനിക്ക് ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ആഗ്രഹം. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോപ്പയ്ക്കും എൻ്റെ മോശപിതാവിനെ പോലും ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ജോസഫ് അച്ഛനും കോടാനുകോടി നന്ദി.